ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമല്ലേ? ഞങ്ങൾ നാട്ടിലേക്ക് ഒന്ന് പോകുന്നു. ദീപാവലി വെക്കേഷന് വന്ന്. അപ്പം ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് കോഴിക്കോട് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കോഴിക്കോട് പോയപ്പം മിഠായിത്തെരുവ്, നല്ല അടിപൊളി കോഴിക്കോടൻ ഹലുവ കിട്ടണ സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് കോഴിക്കോട് അലുവ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. അപ്പം കോഴിക്കോട് അലുവയും കുറച്ച് വാങ്ങിച്ച്, പിന്നെ കുറച്ച് മിഠായികൾ, വേറെ കുറച്ച് മിഠായികളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പോകുന്നു. പിന്നെ ആ പോണ വഴിക്കിൽ തന്നെ നല്ല ഫുഡ് ഇടുന്ന സ്ഥലം ഏതാണെന്ന് ഞാൻ ചോദിച്ചു നോക്കിയപ്പോൾ, എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു നോക്കിയപ്പോൾ മൂപ്പര് പറഞ്ഞു എന്താ ബാലേട്ടൻ്റെ കട, അവിടെ നന്നായിട്ടുള്ള അടിപൊളി ഫിഷ് ആയിട്ടുള്ള ഐറ്റങ്ങൾ കിട്ടുമെന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോവാന്ന് തീരുമാനിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ രണ്ട് സ്ഥലങ്ങൾ, ഒന്ന് മിഠായി തെരുവും കാണാം, കുറച്ച് സാധനങ്ങളും വാങ്ങിക്കുക, ഹലുവയും കാര്യങ്ങളൊക്കെ. നമ്മൾ കോഴിക്കോട് ഹലുവ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല ആൾക്കാരിങ്ങനെ നമ്മൾ ബേക്കറിയിലൊക്കെ കയറി പോകുമ്പോൾ കോഴിക്കോടൻ ഹലുവയാണ് വാങ്ങിച്ചോളൂ എന്നൊക്കെ പറയും. പക്ഷേ കോഴിക്കോട്ടിൽ വന്നിട്ട് കോഴിക്കോടൻ ഹലുവ വാങ്ങിക്കാന്നല്ലേ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാനപ്പോൾ അങ്ങനെ സുനിയേട്ടനോട് പറഞ്ഞു, സുനിയേട്ട നമുക്ക് കുറച്ച് കോഴിക്കോടൻ ഹലുവയും കൂടി വാങ്ങിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോകാമെന്നാണ്. അപ്പോൾ ആയിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളവിടെ കോഴിക്കോടൻ ഹലുവ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്, അതും കാണാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാലേട്ടൻ്റെ ഫിഷ് ഫ്രൈ കട, അങ്ങനെ എന്താ പേര് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെയും പോയി നല്ല അടിപൊളി ഹോംലി ഫുഡും കഴിച്ചിട്ട് വരാം. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്ക്. ഞാൻ ചെങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടമാവും, ഉറപ്പാണ്. അപ്പോൾ പോവാം. അങ്ങനെ ഞങ്ങൾ മിഠായി തെരുവിലെത്തി ഞാൻ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് മിഠായി തെരുവ് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മിഠായി തെരുവിലെത്തി. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ രണ്ട് വശത്തും കടകളായിട്ട് സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളും, നമ്മൾ ചെറുങ്ങനെ തന്നെ ഇപ്പോൾ ബോംബെയിൽ കാണുന്ന പോലെ രണ്ട് സൈഡിലും കച്ചവടം, പലതരത്തിലുള്ള കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറേ അങ്ങനെ ബേക്കറിയും കാര്യങ്ങൾ, അലുവ കച്ചവടം തന്നെ മെയിൻ ഐറ്റം. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു കടയിൽ കയറി ഹലുവ വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കി നടന്നപ്പോൾ നല്ല ഒരു കടയാണ് അത്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ നല്ല വെറൈറ്റി ഉള്ള ഇതുണ്ട് അവരുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ കയറിയതാണ്, അവരെ കടയിൽ കയറി. അപ്പോൾ അവർ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അവർ കഴിക്കാൻ വേണ്ടി തന്നു. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട് കുറേ. ഇത് കറുത്ത ഹലുവ, പിന്നെ നമ്മുടെ പച്ചമുളക് വെച്ചിട്ടുള്ള കാന്താരി മുളകില്ലേ, ആ മുളകിൻ്റെ ഹലുവ, ചീനമുളകിൻ്റെ ഹലുവ, പിന്നെ പൈനാപ്പിൾ ഹലുവ, പഴ ഹലുവ, മാങ്ങ ഹലുവ, നമ്മുടെ കോക്കനട്ടിൻ്റെ ഹലുവ, പിന്നെ അതുപോലെ തന്നെ കുറേ വെറൈറ്റി അരിമണി വെച്ചിട്ടുള്ള ഹലുവ, പിന്നെ ഗോതമ്പത്തിൻ്റെ ഹലുവ, പിന്നെ വെറൈറ്റി വെറൈറ്റി ഹലുവകളാണ്. കാണാൻ തന്നെ അങ്ങനെ കളർഫുള്ളായിട്ട് ബീട്രൂട്ട് ഹലുവ, സ്ട്രോബെറി ഹലുവ, അങ്ങനെ നട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ളത്, ഈ തരത്തിലുള്ള ഹലുവ, നമ്മുടെ സാധാരണ പഴയ മോഡൽ ഹലുവ, അങ്ങനെ പല തരത്തിലുള്ള ഹലുവകളുണ്ട്. ഈ കാണുന്ന ഒരു ചിപ്സ് ഉണ്ടായിരുന്നില്ലേ, ആ ചിപ്സ് ഞാൻ അത് നമ്മുടെ കല്ലുമ്മക്കായ വെച്ചിട്ടുള്ളൊരു ചിപ്സാണ് ചേർത്തിട്ടുള്ളതാണ്. അത് കല്ലുമ്മക്കായുടെ ടേസ്റ്റ് ആയിട്ടുള്ള, അത് നല്ല സൂപ്പർ ടേസ്റ്റ് സാധനമായിരുന്നു. അപ്പോൾ ഞാൻ അത് കുറച്ച് വാങ്ങിച്ച്, കുറച്ച് ഹലുവയൊക്കെ വാങ്ങിച്ച്. ഇപ്പോൾ ഈ സുനിയേട്ടൻ കഴിക്കണതില്ലേ, ലക്ഷദ്വീപ് ഹലുവ എന്ന് പറഞ്ഞിട്ടാണ്, നല്ല ടേസ്റ്റ്. നമ്മുടെ എന്താ പറയുക, ഒരു തേങ്ങ മിഠായിയുടെയൊക്കെ ഒരു ടേസ്റ്റായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ അതും കുറച്ച് വാങ്ങിച്ച്, പിന്നെ നമ്മുടെ പൊക്കവട, ചിക്കനൊക്കെ വെച്ചിട്ടുള്ള നല്ല ഇന്ന് ഉണ്ടാക്കിയതാന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രഷ് സാധനം, അപ്പോൾ അവർ കഴിക്കാനൊക്കെ തന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതും കുറച്ച് വാങ്ങിച്ച്, കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച്, ഹലുവയും വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ രണ്ട് വശത്തുണ്ട് ആൾക്കാർ. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പം വയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, കണ്ടില്ലേ, അതുപോലെ വിളിച്ചുകൊണ്ടേയിരിക്കുക. രണ്ട് വശത്തും ഇങ്ങനെ ഉള്ള കടകളിലേക്ക് അവർ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വണ്ടിയെടുത്ത് പോവാണ്.
അപ്പോൾ നല്ല വിശപ്പ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നല്ല ഹോംലി ഫുഡ് കിട്ടണ ഒരു ഇതുണ്ട്, കടയുണ്ട്, ഹോട്ടലുണ്ട്, വീട്ടിലുള്ളതാണ് അത്. നമ്മുടെ മറ്റേ ഹോട്ടലിലെ പോലത്തെ അല്ല, വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കടയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ അപ്പോൾ അവിടെ നല്ല ഫുഡാണെന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. ഇതപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാണുന്നതാണ് ചെറിയ വീടും അവരുടെ മുറ്റത്തും ചേർന്നിട്ടാണ് അവരുടെ ആ കട നടത്തുന്നത്. ഇതാ കാണുന്ന പോലെ അത് അവരുടെ മുറ്റാണ്, അപ്പുറത്ത് അതിൻ്റെ ബാക്കിൽ തന്നെ വീടും. അപ്പോൾ നമ്മുടെ ഉമ്മാറെന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെയാണ് അവർ വെച്ചുള്ള ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് അവരുടെ ബാക്കിൽ തന്നെ കടൽ തന്നെയാണ് അത് കാണുന്നതൊക്കെ. അപ്പം ഞങ്ങൾ വാഷ്റൂം പോയപ്പോഴാണ് ആ ബാക്കും കാര്യങ്ങളൊക്കെ കണ്ട്. അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തു. അതുപോലെ നല്ല ഒരു ഫിഷ് വറക്കണത് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ അതൊന്ന് ഷൂട്ട് ചെയ്തു. അത് അവർ ഫാമിലി ആയിട്ട് തന്നെ എല്ലാവരും അവിടെ ഉള്ളത്, എല്ലാ കാര്യങ്ങൾക്കും അവരെ തന്നെയാണ്. അപ്പോൾ അവർ നല്ല ഇതായിട്ട് നമ്മൾ എടുക്കണോണ്ട് ഒന്നും പറയുകയും ചെയ്യുകയും ചെയ്തില്ല. ഞങ്ങൾ നല്ല അടിപൊളി ചൂട് ചോറ്, നല്ല മീൻകറി, പിന്നെ ചമ്മന്തി, അച്ചാർ, പപ്പടം, പിന്നെ ഉപ്പേരി, അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അടിപൊളി ഫിഷ് ഫ്രൈ ചെയ്തിട്ടുള്ളതും ഞങ്ങൾ ഓർഡർ കൊടുത്തു. അങ്ങനെ ഇതാണ് ഫിഷ് ഓർഡർ കൊടുത്തത്. അതിൻ്റെ ആ മസാല മാത്രം മതി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തൊരു ടേസ്റ്റാണ്! എന്താ പറയുക, ഒരു കൊട്ട ചോറ് തിന്നുമെന്ന് പറയില്ലേ, അതാണ്. അതിൻ്റെ ആ മസാല മാത്രമായിട്ടുണ്ടെങ്കിൽ നമ്മൾ തോനെ ചോറ് കൊണ്ടുപോകും. റൈസ് കഴിക്കാത്തവരടക്കം തോനെ കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഫിഷ് ഫ്രൈയും അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ. അത് ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സൂപ്പർ ടേസ്റ്റാണ്, പറയാൻ പറ്റുന്നില്ല. നല്ല കറി, എനിക്ക് കറി ഭയങ്കര ഇഷ്ടമായി. ഫ്രൈയുടെ കാര്യം പറയേണ്ട, നല്ല സൂപ്പറാണ്. പക്ഷേ അവിടുത്തെ കറിയും ഒരു സ്പെഷ്യൽ ചമ്മന്തി അതൊക്കെ ഉണ്ടായിട്ട് നല്ല കൂട്ടി നല്ല അടിപൊളി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് കാറിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ്. നല്ല ഉറക്കം വരുന്നുണ്ട്. വയറ് ഫുള്ളായ കാരണം കൊണ്ട് ഉറക്കം വരിക. കുറേ രാത്രിയാവും വീട്ടിലെത്താനും. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഇനി വീട്ടിലെത്തിയിട്ട് ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാം. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ലക്ഷദ്വീപിൻ്റെ ഹലുവ, അത് വാങ്ങിച്ചു. പിന്നെ മഞ്ഞ ഹലുവ, പൈനാപ്പിൾ ഹലുവ എനിക്കിഷ്ടമായതുകൊണ്ട് അത് ഞാൻ കുറച്ച് വാങ്ങിച്ചു. പിന്നെ ചീനമുളകിൻ്റെ ഹലുവ, ബ്ലാക്ക് ഹലുവ, കറുത്തലുവല്ലി അത്, പിന്നെ നട്ട്സിൻ്റെ ഹലുവ, അങ്ങനെ വെറൈറ്റി കുറേ ഹലുവകൾ ഞാൻ വാങ്ങിച്ചു. ചുവന്ന ഹലുവേനെ അതിൽ വേറൊരു ടേസ്റ്റുള്ള ഒരു ഹലുവ, അതിന് എന്തൊരു പേര് പറഞ്ഞു, ഞാൻ അത് വറക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ഹലുവേന്ന് കുറച്ചീശെ വാങ്ങിച്ചു. ഇത്ര തോന്നെ നമ്മൾ കഴിക്കില്ലല്ലോ. അപ്പം തറവാട്ടിക്കും ഇക്കും ഉണ്ണിയുടെ അവിടേക്ക് എല്ലാവർക്കും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ചീശെ വാങ്ങിച്ചു. എന്നിട്ട് കുറച്ച് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് കോഴിവട എന്നാണ് അവർ പറഞ്ഞത്. അത് നല്ല ഫ്രഷായിട്ടുണ്ട്, നല്ല ചൂടുള്ളതായിരുന്നു. ഒരു ഇതാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. അത് ഞങ്ങൾ കുറച്ച് വാങ്ങിച്ച്. അങ്ങനെ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ തന്നെ വാങ്ങിയത് തന്നെ വാങ്ങിക്കുമ്പോൾ പിന്നീടും പറയേണ്ടത് ഇതൊന്നും കഴിക്കില്ല, വെറുതെ വാങ്ങിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു. എന്നാലും കോയിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കും. അപ്പോൾ അത്ര സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ നമ്മുടെ കോഴിക്കോട് പോയിട്ട് ഹലുവയും വാങ്ങിച്ച് നല്ല അടിപൊളി ഫുഡും കഴിച്ച്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചാൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.